കോൺഗ്രസിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പിരിവിനിറങ്ങാൻ മടിച്ച് പിസിസികൾ. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് പിരിച്ചതിന് പിന്നാലെ വീണ്ടും പണപ്പിരിവിന് ഇറങ്ങാൻ താൽപര്യമില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തോട് പല സംസ്ഥാന നേതൃത്വങ്ങളും അറിയിച്ചു. അതേസമയം ക്രൗഡ് ഫണ്ടിംഗ് വിജയിക്കുമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പിസിസി നേതൃത്വങ്ങൾ. സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറക്കാൻ പോലും പണമില്ലാത്ത നിലയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ. സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ബാധ്യത ആദായ നികുതി വിലക്ക് നീക്കിയാൽ പരിഹരിക്കാമെന്നാണ് AICC നേതൃത്വം കരുതുന്നത്. കൂടാതെ ഇത് PCCകൾക്ക് AICC നേതൃത്വം ഉറപ്പു നൽകുന്നുമുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വലയ്ക്കുന്നത്. 4 ബാങ്കുകളിലെ 11 അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലാത്ത സ്ഥിതിയിലാണ് പാർട്ടി നേതൃത്വം. ചിലവുകൾക്കായി സംസ്ഥാന ഘടകങ്ങൾക്ക് ഇതുവരെ AICC പണം നൽകിയിട്ടില്ല. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയോ സംഭാവനകൾ സ്വീകരിച്ചോ പണം കണ്ടെത്താനാണ് PCCകളോട് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളും പണം കണ്ടെത്താൻ ശ്രമം നടത്തണം. പ്രതിസന്ധി തുടർന്നാൽ യാത്രാ ചിലവ് അടക്കം ബാധ്യതയാകുന്നതാണ്. അതിനാൽ പ്രധാന നേതാക്കൾക്ക് പഴയതുപോലെ സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്താൻ കഴിയില്ല. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. മോദി ഭരണം തുടരുമെന്ന പ്രചാരണം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് സംഭാവന നൽകുന്നവരുടെ എണ്ണവും കുറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും ഭാരിച്ച ചിലവുകൾക്ക് പണം കണ്ടെത്തുന്നതും പ്രതിസന്ധിയാണ്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ പാർട്ടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഹർജി തള്ളി. ആദായ നികുതി റിട്ടേൺ നൽകുന്നതിൽ വീഴ്ച വരുത്തി, അനുവദനീയമായതിലും കൂടുതൽ തുക സംഭാവനയായി കൈപ്പറ്റി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. 4 ബാങ്കുകളിലുള്ള പാർട്ടിയുടെ 11 അക്കൗണ്ടുകളും 1 മാസം മുൻപാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. പാർട്ടിക്ക് കിട്ടിയ 199 കോടി രൂപ സംഭാവനയിൽ 14 ലക്ഷം രൂപ അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി 210 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. MP-മാർ നൽകിയ സംഭാവനയാണെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം അവഗണിച്ചാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ഇതിന് പിന്നാലെ 115 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ 2014 മുതൽ 2017 വരെയുള്ള നികുതി കുടിശ്ശിക 520 കോടിയാണെന്നാണ് ഡൽഹി ഹൈക്കോടതിയെ ഇൻകം ടാക്സ് വിഭാഗം അറിയിച്ചത്. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നൽകാൻ പോലും പണം പാർട്ടിയുടെ കയ്യിലില്ലെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ആദായ നികുതി നൽകേണ്ടതില്ലെന്നാണ് നിലവിലെ ചട്ടമെന്നിരിക്കെ BJP അടക്കം ഒരു പാർട്ടിയും നികുതി നൽകുന്നില്ലെന്നും കോൺഗ്രസിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നേതാക്കൾ ആരോപിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ആദായ നികുതി നൽകേണ്ടതില്ലെന്നാണ് നിലവിലെ ചട്ടമെന്നിരിക്കെ BJP അടക്കം ഒരു പാർട്ടിയും നികുതി നൽകുന്നില്ലെന്നും കോൺഗ്രസിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നുമാണ് നേതാക്കൾ ആരോപിച്ചിരുന്നത്.